ഐറ്റലിൻ്റെ ഐറ്റൽ A60s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ലോഞ്ച് ടൈമിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐറ്റൽ A60s എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഐറ്റൽ A60sൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, പക്ഷേ വില 7000 രൂപയ്ക്ക് താഴെയായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. 60 Hz റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഈ ഫോണിൽ വരിക. 7000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പഞ്ചോൾ ഡിസൈൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. വിലയും അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസിംഗ് ആയിരിക്കും. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലായിരിക്കും വരിക. 7000 രൂപയ്ക്ക് താഴെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഗ്ലേഷ്യർ ഗ്രീൻ, സൺഷൈൻ ഗോൾഡ്, മൂൺലൈറ്റ് വയലറ്റ്, അതുപോലെ തന്നെ ഷാഡോ ബ്ലാക്ക് എന്നിങ്ങനെ 4 കളർ വേരിയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ unisoc SC9863A1 എന്ന പ്രൊസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് പറയപ്പെടുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. അപ്പോൾ വലിയൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഈ ഫോണിൽ 4 GB റാം വരുന്നുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൂടി ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ എക്സ്ട്രാ നമുക്ക് 4 GB റാമും കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പം അവർ ഇത് അഡ്വർട്ടൈസ് ചെയ്യുന്നത് 7000 രൂപയ്ക്ക് താഴെ 8 GB റാമുള്ള ഫോൺ എന്നുള്ള രീതിയിലാണ്. എന്തായാലും 7000 രൂപയ്ക്ക് താഴെ 4 GB റാം വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ 64 GB ഇന്റേണൽ വെർഷനും 128 GB ഇന്റേണൽ വെർഷനും വന്നേക്കാം. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 8 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരും. രണ്ടാമത് ഒരു AI ലെൻസും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില 7000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കറക്റ്റ് വിലയുടെ കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മുമ്പ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 5700 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ 6000-6500 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല. എന്തായാലും 7000 രൂപയ്ക്ക് താഴെ ആയിരിക്കും എന്നുള്ള കാര്യം അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആമസോണിൻ്റെ ഒരു സെയിൽ ജൂലൈ 15 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സെയിലിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. അതായത് ജൂലൈ 15-ൻ്റെയും 18-ൻ്റെയൊക്കെ ഇടയിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻസ് അല്ല, എന്നാലും റിപ്പോർട്ടുകളിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ഐറ്റൽ A60s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.